ദീപക്, ഇപ്പോൾ വളയത്ത് നിന്നൊരു അക്രമ സംഭവത്തിന്റെ വാർത്ത കൂടി പുറത്തു വരുന്നു. അവിടെ BJP സ്ഥാനാർത്ഥിയുടെ വീടിന് നേരെ പടക്കമെറിഞ്ഞു എന്നുള്ള പരാതി ഉയർന്നിട്ടുണ്ട്. വളയം 10-ാം വാർഡ് BJP സ്ഥാനാർത്ഥി അനഘ സി ബാബുവിന്റെ വീടിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. അതിന്റെ വിശദാംശങ്ങൾ എന്താണ് ദീപക് ധർമ്മട? പ്രാദേശികമായ ഒരു തർക്കം സംഘർഷത്തിലേക്ക് പോകുന്നു. മാത്രവുമല്ല, അവിടെ ഇടതുമുന്നണിക്കെതിരെ BJP സ്ഥാനാർത്ഥിയായി അനഘ മത്സരിക്കുന്നു. അനഘ അത്യാവശ്യം വോട്ട് പിടിക്കുന്നു. അതിലൂടെ ഇടതുമുന്നണിയുടെ CPM-ന്റെ പ്രകടനം പോകുന്നു. ആ പ്രകടനത്തിനിടയിൽ നിന്നാണ് ഈ അനഘയുടെ വീട്ടിലേക്ക് പടക്കമെറിയുന്നത്. പടക്കം പൊട്ടിച്ചുകൊണ്ട് എറിയുകയായിരുന്നു. ചെറിയ കുട്ടിയും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിലിപ്പോൾ അനഘ പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. സ്ഫോടക വസ്തു വീട്ടിലേക്ക് എറിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് പരാതി. ഏതായാലും ഈ നാദാപുരം മേഖല, വടകര മേഖലയിൽ സംഘർഷമുണ്ടാകുമെന്ന് നേരത്തെ തന്നെ ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. മാത്രവുമല്ല, കണ്ണൂരിന്റെ കിഴക്കൻ മേഖലയിൽ, പാനൂർ മേഖലയിലും വലിയ രീതിയിലുള്ള സംഘർഷം ഇപ്പോൾ തുടരുന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത്. ഏതാണ്ട് 8-ലേറെ പേരെ ആശുപത്രിയിൽ പാനൂരിൽ നിന്നും, കണ്ണൂർ ജില്ലയുടെ പാനൂർ മേഖലയിൽ നിന്നും തലശ്ശേരിയിൽ ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നാദാപുരത്ത് BJP-യുടെ സ്ഥാനാർത്ഥി അനഘയുടെ വീടിന് നേരെയാണ് ആക്രമണം നടന്നിരിക്കുന്നത്. ആ പരാതി പോലീസിൽ നൽകിയിട്ടുമുണ്ട് എന്ന് അനഘയുടെ കുടുംബം സ്ഥിരീകരിക്കുന്നുമുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.